എൻ്റെ അനുഭവത്തിലെന്ന് പറയുമ്പോൾ ഈ ലോക വൈദ്യന് ചെയ്യുന്നതിനെല്ലാം പരിധിയും പരിമിതിയുമുണ്ട്. എന്നാൽ പരിധിയും പരിമിതിയുമില്ലാതെ നമ്മളെ സഹായിക്കാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു. കർത്താവായ യേശുവിനാൽ സകലവും സാധ്യമാവും. ഏതു രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റുപറയുക. അപ്പോൾ ആ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ചെമ്പകപ്പാറ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു സിസ്റ്ററെ കാണാനായിട്ട് വന്നതാണ്. വളരെ നാളുകളായി താൻ ഒരു ക്യാൻസർ രോഗിയായി ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ തനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ആ ഒരു അത്ഭുത സാക്ഷ്യം നമുക്ക് ഈ പ്രിയ സഹോദരി നമുക്ക് കേൾക്കാനായിട്ട് ഇടയാവുന്നു. സിസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ സിസ്റ്ററിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സിസ്റ്ററിൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? എവിടെ താമസിക്കുന്നു? പറയാം ബ്രദറെ. എൻ്റെ പേര് സാലി. ഞാൻ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് അടുത്ത് ചെമ്പകപ്പാറ എന്ന ചെറിയ ഗ്രാമത്തിലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു മോനാണ് എനിക്കുള്ളത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. മോൻ്റെ പേര് ബെനഡിക്റ്റ്. ഓക്കെ. മോൻ്റെ വിവാഹം കഴിഞ്ഞോ? മോൻ്റെ വിവാഹം കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ നിന്നാണ് മോൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ഓക്കെ. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് എത്ര നാളായി? എന്തായിരുന്നു കാരണം? ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു. അത് 1999 എൻ്റെ ഹസ്ബൻഡ് മരണപ്പെടുന്നത്. ഓക്കെ. സിസ്റ്റർ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഗസ്റ്റായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. സ്കൂളിൽ ജോലി ചെയ്യാൻ വരെ സിസ്റ്റർ ഏതുവരെ പഠിച്ചതാണ്? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സംസ്കൃതം പ്രാക്ശാസ്ത്രി എന്നൊരു കോഴ്സാണ് ചെയ്തത്. അപ്പോൾ ഒരു സംസ്കൃതം ടീച്ചറായിരുന്നു? ഒരു സംസ്കൃത ഗസ്റ്റ് അധ്യാപികയായിരുന്നു. ഓക്കെ. ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? ഞാൻ യാക്കോബായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏത് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത്? അപ്പോൾ ഞാൻ കട്ടപ്പനയിലുള്ള ഗസമന പ്രയർ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഈ യാക്കോബായ സഭയിൽ നിന്ന് സിസ്റ്റർ പെട്ടെന്ന് ഇതുപോലെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, ഗത്സമന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് മാറാനായിട്ടുള്ളൊരു കാരണം എന്താണ്? കാരണം 2012 എനിക്ക് ക്യാൻസർ വന്നു. അപ്പോൾ ക്യാൻസർ ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ 2012 ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു. അത് എന്ത് ക്യാൻസർ ആയിരുന്നു? അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതെങ്ങനെയാണ് മനസ്സിലായത് സിസ്റ്ററിന് ക്യാൻസർ ആണ് എന്നുള്ളത്? എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. തുടർന്ന് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോയി. അവിടെ ഹോസ്പിറ്റലിൽ ഡയഗ്നോസ് ചെയ്തു ക്യാൻസർ ആണെന്ന്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ തന്നെ വളരെ ഭീതി ഉണ്ടാകുമല്ലോ. ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു വലിയ ഭാരവും പ്രയാസമൊക്കെ വന്നല്ലോ. ആ അനുഭവം ഒന്ന് പറയാമോ? തീർച്ചയായും. ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ഭാരപ്പെട്ടു. അന്ന് നമ്മൾ കർത്താവിനെ ഇന്ന് വണ്ണം അറിഞ്ഞിട്ട്. അല്ല, ഏത് വർഷമായിരുന്നു? 2012 അല്ലേ? 2012 അല്ല, ഈ ഭാഗത്തൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ഒക്കെ വന്നു. ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് എടുത്തത്? അത് അമൃത ഹോസ്പിറ്റലാണ്, എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഓക്കെ. അപ്പോൾ സിസ്റ്റർ ഈ ക്യാൻസർ ആയതിനു ശേഷം പിന്നീട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പിന്നെ എന്താണ് അതിനെക്കുറിച്ച് പറയാമോ? ട്രീറ്റ്മെന്റ് എയർലി സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് അവര് യൂട്രസ് റിമൂവ് ചെയ്തു. പിന്നീട് ഫർദർ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ടി വന്നില്ല. സർജറിക്ക് ശേഷം തിരിച്ച് വീട്ടിൽ വന്നു.
വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഒരു ശാരീരിക സൗഖ്യം എന്ന് പറയുന്നത് ശരിയായിട്ടും ഉണ്ടായിട്ടില്ല. എപ്പോഴും ഇങ്ങനെ വേദനകൾ, അസ്വസ്ഥതകളും ഒക്കെ ആയിരുന്നു. അതായത് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന, അങ്ങനെയെല്ലാം ഓരോ ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നീട് അങ്ങനെ ഭാരപ്പെട്ടപ്പോൾ മനസ്സിലിങ്ങനെ ചിന്ത കടന്നു വന്നു, ഈ ലോക വൈദ്യന് തരാൻ കഴിയുന്ന. അല്ല, ഇത് മാറാൻ വേണ്ടി ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയോ വഴിപാടുകളോ നേർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ സജിത് ജോസഫ് കണ്ണൂർ അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ടായിരുന്നു, ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ. അപ്പം അതിനെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ അവിടെ കടന്നു പോയി പ്രാർത്ഥനയിൽ നമ്മൾ വളരെ ആക്റ്റീവായി തുടർന്ന് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ശാരീരികമായുള്ള അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോയി. അതായത് ഗ്രേസ് കമ്മ്യൂണിറ്റി പോയി പ്രാർത്ഥന, സജിത് ബ്രദർ കണ്ണൂർ നടത്തുന്ന മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം രോഗത്തിന് പൂർണ്ണമായൊരു സൗഖ്യം ലഭിച്ചു. അവിടെ വെച്ച് ഞാൻ അവിടെ ഒരു 4-5 ആഴ്ചയോളം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ചിൽ ആരാധനയിൽ പങ്കെടുത്തു. അതിനുശേഷം അവിടെ വെച്ച് സ്നാനപ്പെട്ടു. പിന്നീട് ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല സിസ്റ്റർ, ചെറുപ്പത്തിൽ ഈ യാക്കോബായ സഭയിൽ നിന്ന് സ്നാനപ്പെട്ട ആളല്ലേ? മാമോദിസ മുങ്ങിയ ആളല്ലേ? അതെ, സാധാരണ എല്ലാ യാക്കോബ സഭയിൽ ഉള്ള ശിശു സ്നാനം പോലെ തന്നെ സ്നാനം സ്വീകരിച്ച ആളാണ്. അപ്പോൾ പിന്നീട് ഈ വീണ്ടും ഒരു സ്നാനം പെടണം എന്നുള്ളൊരു ചിന്ത എന്തുകൊണ്ടാണ് ഉണ്ടായത്? അത് ഉണ്ടായത് നമുക്കിങ്ങനെ ഈ രോഗത്താലുള്ള ഭാരവും ബുദ്ധിമുട്ടും എല്ലാം വന്നു കഴിഞ്ഞ് അവിടെ വചനം ഈ ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ പോവുകയും അവിടെ വചനം കേൾക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ശിശു സ്നാനത്തെക്കാൾ നമുക്ക് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഈ സ്നാനം അത് ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെ അതായത് വിശ്വാസം ഏറ്റു പറഞ്ഞ് സ്നാനപ്പെടണമെന്ന് തോന്നി അല്ലേ? അതെ. അല്ല, അത് സിസ്റ്ററിനോട് ആരെങ്കിലും പറയുവാണോ ചെയ്തോ അതോ സ്വയമായിട്ട് തോന്നുവാണോ ചെയ്തത്? അത് എനിക്ക് സ്വയമായിട്ട് തോന്നുകയാണ് ചെയ്തത്. അതായത് ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലായി. ബൈബിള് വായിക്കുകയും ഗ്രഹിക്കുകയും അവിടെ മെസ്സേജുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ളിലുണ്ടായ ബോധ്യമാണ്. അങ്ങനെ സ്നാനപ്പെട്ടു. ഓക്കെ, സ്നാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഇതുപോലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് മാറി അല്ലേ? പിന്നീട് ഇത്രയും ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ഇത്രയും ദൂരം ആയതുകൊണ്ട് കട്ടപ്പനയിലുള്ള ഷാജി തോപ്പിൽ ബ്രദർ, അദ്ദേഹം അടിമാലിയിൽ ഹെവൻ ഓൺ എർത്ത് എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും എനിക്ക് ലഭിച്ച ആ തിരിച്ചറിവ് അതേ പ്രകാരത്തിൽ തന്നെ ഉള്ള ഒരു കൂട്ടായ്മയായിരുന്നു അടിമാലിയിൽ ഷാജി ബ്രദർ നടത്തിക്കൊണ്ടിരുന്ന ചർച്ചിൽ നിന്നും നമുക്ക് ലഭിക്കാനിടയായത്. അതുകൊണ്ട് വീണ്ടും തുടർന്ന് ആ ചർച്ചിൽ തന്നെ തുടരുകയായിരുന്നു. ഓക്കെ സിസ്റ്റർ, ഈ യാക്കോബായ സഭയിൽ നിന്ന് മാറി പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഈ യാക്കോബായ സിസ്റ്ററിൻ്റെ സ്വന്തക്കാരിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു? തീർച്ചയായും, സ്വാഭാവികമായും യാക്കോബ സഭയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയിൽ നിന്നും മറ്റൊരു ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പ് പോലെ എനിക്കും ചെറിയ എതിർപ്പുകൾ, എന്നാൽ വലിയൊരു എതിർപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ഒരു എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഷാജി ബ്രദറിനെ കുറിച്ചും ഷാജി ബ്രദറിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും എങ്ങനെയാണ് സിസ്റ്റർ അറിഞ്ഞത്? അത് ഗ്രേസ് കമ്മ്യൂണിറ്റി യുടെ കീഴിൽ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ വെച്ച് നടത്തിയ ഒരു മീറ്റിങ്ങിൽ ഷാജി ബ്രദർ അവിടെ വരികയും പങ്കെടുക്കുകയും, അപ്പോൾ ഈ സജിത് ബ്രദറും ഷാജി ബ്രദറും അവർ മുൻപരിചയമുള്ളവരും സജിത് ബ്രദർ ഷാജി ബ്രദറിനെ അവിടെ പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ അപ്പോൾ ഇതേ രീതിയിലുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കാൻ ഈ കൂട്ടായ്മ സഹായകമാകും എന്ന വിശ്വാസത്തിലാണ് ഷാജി ബ്രദർ നടത്തുന്ന ഹെവൻ ഓൺ എർത്ത് എന്ന ചർച്ചിൽ നമ്മൾ
പിന്നീട് അംഗമാവുകയും അവിടെ തുടർന്ന് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അത് ഏത് വർഷമായിരുന്നു? ഏകദേശം ഒരു സമയം പറയും, ഏത് വർഷമായിരുന്നു? അത് 2015 അവസാനത്തോടുകൂടിയാണ്. ഇപ്പൊ 2012 സിസ്റ്ററിന് ഈ ക്യാൻസർ വരുന്നത് അല്ലേ? അതെ. അപ്പോൾ പിന്നീടുള്ള ഈ 3 വർഷം ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പല പ്രതിസന്ധികളും ഉണ്ടായി. പിന്നീട് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം പിന്നീട് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് ആയിട്ടോ വല്ലോ ഇത് ബാധിച്ചോ? പിന്നീട് എനിക്ക് ആ സമയമൊന്നും കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. എന്നാൽ 2016 മെയ് മാസം ആയപ്പോഴേക്ക് അപ്പം ഞാൻ ആ സമയം മാങ്കുളം എന്ന ഗ്രാമത്തിൽ VO ആയിട്ട് താൽക്കാലിക നിയമനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതെ. ആ സമയം എനിക്ക് വയറിനകത്ത് വേദന, ഛർദി, പനി, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വിശപ്പില്ല, മോഷൻ പോയില്ല, അങ്ങനെയെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടായി 2016. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഈ സമയം നമ്മൾ പ്രാർത്ഥനയിൽ തന്നെയാണ്. എന്നാലും ഈ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ക്യാൻസർ വന്നതുകൊണ്ട് തുടർന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആദ്യം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ, പിന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ, എറണാകുളം ലിസി, അങ്ങനെ പല ഹോസ്പിറ്റലിലും മാറി മാറി ട്രീറ്റ്മെൻറ്റിന് വിധേയയായി. അപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ വെച്ച് അവർ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ സർജറി അവർ പറഞ്ഞെങ്കിലും വീണ്ടും വന്ന് പറഞ്ഞു സർജറി ചെയ്താലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ല. കാരണം നിങ്ങളുടെ ബോഡി മുഴുവൻ ഇത് സ്പ്രെഡായിരിക്കുകയാണ്. സർജറി ചെയ്താൽ അതിൻ്റെ വേദന കൂടി നിങ്ങൾ തിന്നാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള പാലിയേറ്റീവിലേക്ക് പോവുകയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് അവർ നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് സർജറി വേണ്ട എന്ന് ഹോസ്പിറ്റലുകാർ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് 2016 ജൂൺ മാസം 11-ാം തീയതി നമ്മൾ ഡിസ്ചാർജ് അവർ തന്ന് തിരിച്ച് പോരുകയായിരുന്നു. പിന്നീട് തിരിച്ച് വന്ന് നമ്മൾ താമസിക്കുന്നത് ചെമ്പോപ്പാറയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതിൻ്റെ അനിയത്തി ഇവിടെ കോതമംഗലത്ത് താമസിക്കുന്നു. എറണാകുളം ലിസിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് അനിയത്തിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഉള്ള സജിത് ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ ആ മിനിസ്ട്രിയിൽ എൻ്റെ മോനും ആ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അങ്ങോട്ട് കടന്നു പോവുകയാണ് ഉണ്ടായത്. അവിടെ പ്രാർത്ഥനയിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥന കൂടി അതിന് ശേഷം ബ്രദറിനെ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങനെ പ്രത്യേകം ആവശ്യമുള്ളവർ കാണുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ കണ്ട സമയത്ത് ബ്രദർ പറഞ്ഞു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുകയായിരുന്നു വീട്ടിൽ ചെന്ന് ആഹാരമെല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്കുക, അപ്പോൾ ഇതങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയമൊന്നും എനിക്ക് ആഹാരം കഴിക്കാനോ ഒന്നും വിശപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു ഇങ്ങനെ വിശപ്പില്ല, ആഹാരം കഴിക്കാൻ പറ്റില്ല ബ്രദറെ എന്ന് പറഞ്ഞപ്പോൾ സജിത് ബ്രദർ പറഞ്ഞു ഞാനല്ലേ പറയുന്നത്, വീട്ടിൽ ചെന്ന് ആഹാരം കഴിക്ക്, അപ്പോൾ അതങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അതുവരെ മോഷൻ പോകാതിരുന്ന സ്ഥാനത്ത് നമുക്ക് മോഷൻ പോയി. പിന്നെ ഹോസ്പിറ്റലിലും നമ്മളോട് പറഞ്ഞു വിട്ടത് കട്ടിയായിട്ടുള്ള ആഹാരമൊന്നും കഴിക്കരുത്, ലിക്വിഡ് രൂപത്തിലുള്ള ഫുഡ് കൊടുക്കാവൂ എന്നാണ് പറഞ്ഞു വിട്ടത്. അതും പാലിയേറ്റീവിലേക്ക് ആണ് അവർ റെഫർ ചെയ്തത്. എന്നാൽ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നേരെ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം കട്ടിയായിട്ടുള്ള ആഹാരം തന്നെയാണ് നമ്മൾ കഴിച്ചത്. ആ സമയമെല്ലാം നമ്മൾ അടിമാലിയിലെ ഷാജി ബ്രദറിൻ്റെ കൂട്ടായ്മയിൽ എല്ലാവരും ആ സമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കർത്താവിനാൽ സൗഖ്യം എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ലഭിച്ചു എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നില്ല.
രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞിട്ട് അവർ തന്നെ വീണ്ടും നമ്മളോട് പറയുകയായിരുന്നു, ഓപ്പറേഷൻ ചെയ്താലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, കാരണം നിങ്ങളുടെ ബോഡി മുഴുവൻ ഇത് സ്പ്രെഡായിരിക്കുന്നു, അതുകൊണ്ട് ഓപ്പറേഷൻ കൊണ്ട് പ്രയോജനമില്ല എന്ന് ഡോക്ടേഴ്സ് തീരുമാനിച്ചിട്ട് നമ്മളോട് പറയുകയായിരുന്നു ഓപ്പറേഷൻ വേണ്ട എന്ന്. ഓക്കെ. അപ്പോൾ സിസ്റ്ററിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? പൂർണ്ണമായ ഒരു സൗഖ്യം അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യമാണ്. അതിനുശേഷം 2016 ജൂൺ മാസം 11-ാം തീയതി അവിടുന്ന് നമ്മൾ ഡിസ്ചാർജ് വാങ്ങി പോന്നതിന് ശേഷം ഞാൻ പോരുന്ന സമയം എനിക്കൊരു ഫോൺ അറ്റൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റാത്ത അത്രയേറെ ഞാൻ ക്ഷീണിതയാണ്. വണ്ടിയിൽ കിടന്നാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. പിന്നെ പതിയെ ഞാൻ അതിന് മുൻപ് ഉണ്ടായിരുന്ന അതേ ആരോഗ്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സിസ്റ്ററിന് ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. കർത്താവിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുന്നു. സിസ്റ്ററെ, ഈ ക്യാൻസർ ബാധിച്ചിരുന്ന സമയത്ത് അനുഭവിച്ച ഒരു മാനസിക സംഘർഷവും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഒരു വേദനയും, അതോടൊപ്പം തന്നെ ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, ഒരു മകനേ ഉള്ളൂ, മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക സംഘർഷം ഇത് എന്തിനായി ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാൻസറൊക്കെ ആയിട്ട് രോഗത്തിലൊക്കെ ഭാരപ്പെടുന്ന അനേക ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ക്യാൻസറിൽ നിന്ന് വിമുക്തി പ്രാപിച്ച ഒരു സഹോദരിയുടെ സാക്ഷ്യം ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ വളരെയധികം വ്യത്യാസപ്പെടുത്തുകയും അവർക്കൊരു ആശ്വാസത്തിന് കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ടായി ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് അന്ന് അനുഭവിച്ച ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന നിലയ്ക്ക് അനുഭവിച്ചിട്ടുള്ള ശാരീരിക സംഘർഷവും മാനസിക സംഘർഷവും അതോടൊപ്പം ശരീരത്തിൻ്റെ അവസ്ഥകളും എന്തായിരുന്നു? ബ്രദറെ, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റത്തില്ല. അത്രയേറെ ഭാരം ഈ രോഗാവസ്ഥയിൽ ഞാൻ അനുഭവിച്ചു. നമുക്ക് ശരീരത്ത് എല്ലാ സ്ഥലത്തും വേദന, ഛർദി, പനി, മോശം പോകത്തില്ല, വിശപ്പില്ല, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയം അനുഭവിക്കുകയുണ്ടായി. എന്നാൽ ആ സമയമെല്ലാം ഇങ്ങനെ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും എൻ്റെ കർത്താവ് സകലത്തിനും മതിയായവനാണ് എന്ന ബോധ്യം എനിക്ക് അപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. ആ സമയമെല്ലാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് മാനുഷികമായ നമ്മുടെ ചിന്തകൾ കൊണ്ട് തളർന്നു പോകുന്നുമുണ്ട്. എങ്കിലും അതിനെല്ലാം മീതെയായിട്ട് കർത്താവ് വലിയവൻ, കർത്താവ് സകലത്തിനും മതിയായവൻ എന്ന ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ അവിടെ അടിമാലിയിലെ സഭയിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഡെയിലി എന്നെ ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിലും എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നതിന് ശേഷവും എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കർത്താവ് എനിക്ക് പൂർണ്ണമായ സൗഖ്യം വെളിപ്പെടുത്തി. ഓക്കെ. ഈ ക്യാൻസർ ബാധിക്കുന്ന സമയത്ത് സിസ്റ്ററിന് എത്ര വയസ്സുണ്ടായിരുന്നു? അത് 2016 ഇപ്പൊ 9 വർഷമായി. രണ്ടാമത്തെ ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. അപ്പോ മോന്റെ വിവാഹം കഴിഞ്ഞായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് മോന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു. മോൻ വിവാഹം ചെയ്തത് അല്ല. അപ്പോൾ ഈ മകനെ കുറിച്ചുള്ള ഒരു ഭാരവും ഒക്കെ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും. മോൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഹസ്ബൻഡില്ല, അതായത് അവന് ഫാദർ ഇല്ല, പിന്നെ സഹോദരങ്ങൾ ആരുമില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന ഒരു ചിന്തയും നമ്മളെ ഭരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻസർ ബാധിച്ച സമയത്ത് സിസ്റ്ററിന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ഒക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? അവര് കൂടുതലും ഹോസ്പിറ്റലിനെ ആശ്രയിക്കാനായിട്ടായിരുന്നു അവരുടെ എല്ലാം ചിന്തയും തീരുമാനവും. ഹോസ്പിറ്റലിനെ നമ്മൾ ആശ്രയിച്ചു, പക്ഷേ എന്നാൽ ഈ ലോക വൈദ്യന് സൗഖ്യം തരാൻ കഴിഞ്ഞില്ല. ഈ ലോക വൈദ്യൻ അല്ലെങ്കിൽ ഈ ലോക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു. അപ്പോഴാണ്
നമ്മൾ പൂർണ്ണമായും കർത്താവിലേക്ക് ആശ്രയം വെച്ചത്. ഇപ്പോൾ കർത്താവാണ് ഇത് സൗഖ്യം തന്നത് എന്ന് ഇപ്പോൾ സിസ്റ്റർ ആശുപത്രിയിൽ പോയി ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു, എന്നാൽ കർത്താവാണ് ഇത് സൗഖ്യം തന്നത് എന്ന് ഇത്ര ധൈര്യത്തോടെ പറയാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ്? അത് എങ്ങനെയാണ് ആ ഉറപ്പ് ലഭിച്ചത്? എങ്ങനെയാണ്? കാരണം ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സൗഖ്യം ലഭിച്ചിട്ടല്ല നമ്മൾ പോരുന്നത്. അവര് നമ്മളോട് അടുത്തുള്ള പാലിയേറ്റീവിലേക്ക് എന്നെ ആക്കാനാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ളത് അവർ പറഞ്ഞു. പിന്നെ അവിടുന്ന് പോരുന്ന സമയം 750 രൂപയുടെ പെയിൻ കില്ലർ മാത്രമാണ് അവര് തന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ലോക വൈദ്യനാലല്ല സൗഖ്യമായത്, അവിടുന്ന് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പാലിയേറ്റീവിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ പിന്നീട് കർത്താവിനാൽ സൗഖ്യമായി എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അതായത് ആശുപത്രിയിൽ തന്നെ പറഞ്ഞു ഇനി ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല. അതെ. ഇനി ഇപ്പം അവർക്ക് മുഖത്ത് നോക്കി പറയാനും ബുദ്ധിമുട്ടാണ്, ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല എന്ന്. അത് എന്റെ സഹോദരങ്ങളോട് അവര് പറഞ്ഞിരുന്നു, ഇനി കൂടുതൽ നാളില്ല എന്നുള്ളത് അവരോട് പറഞ്ഞിരുന്നു. അവരോട് തന്നെയാണ് ഇങ്ങനെ പാലിയേറ്റീവിലേക്ക് ആക്കാൻ പറഞ്ഞതും. അതിനുശേഷം നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷം 3 പ്രാവശ്യം എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നിന്നും അവർ എന്റെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ അവസ്ഥകളും ഭേദമായി വരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും വിളിച്ചു. അപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാം ഒരുവിധം സൗഖ്യമായി വരുന്നു എന്ന് വീണ്ടും പറഞ്ഞു. 3ാമതും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അവർ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ അങ്ങനെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സാധാരണ ഇവിടെ വന്നിട്ട് പോകുന്ന രോഗികളെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് പോകുന്ന അങ്ങനെ എല്ലാവരെയും അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ, അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? മിക്കവാറും ആദ്യത്തെ പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തപ്പോൾ നമ്മൾ സൗഖ്യമായി വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അവർ വീണ്ടും വിളിച്ചത്. കാരണം അവർക്കും ഇതൊരു അത്ഭുതമായി തോന്നിയിട്ടുണ്ടാകാം. അത്രയും സീരിയസ് ആയിട്ടാണ് ഞാൻ അവിടുന്ന് പോരുന്നത്. ഇത് അവരൊരു പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതം തോന്നിയിട്ടാകാം വീണ്ടും 2 പ്രാവശ്യം കൂടി വിളിച്ചതെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഓക്കെ. അപ്പോൾ കർത്താവ് പൂർണ്ണമായിട്ട് സിസ്റ്ററിന് സൗഖ്യം തന്നു. സിസ്റ്ററിൻ്റെ ഈ രോഗശൈലിയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അതുപോലെ വന്ന് ആശ്വാസ വാക്കുകളൊക്കെ പറയുകയും ചെയ്തത് ഷാജി ബ്രദറും കുടുംബമാണ് അല്ലേ? അതെ അതെ, ഷാജി ബ്രദറും കുടുംബവുമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും വളരെ നല്ല ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ബൈബിളിൽ നിന്നുള്ള ലഭിച്ച തിരിച്ചറിവ്, അത് ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിച്ച തിരിച്ചറിവിൽ ഞാൻ വളരെ സംതൃപ്തിയായിരുന്നു. അതേ രീതിയിൽ തന്നെ വീണ്ടും വചനത്തിൻ്റെ തിരിച്ചറിവ് ലഭിക്കുകയും അത് ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ ആത്മീയ നേതാക്കളിൽ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കളിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും കുടുംബവുമാണ് ഷാജി ബ്രദറിൻ്റേത്. ഓക്കെ. പൊതുവെ ഈ ക്യാൻസർ രോഗികളായിട്ടുള്ള അവരോടൊക്കെ എന്താണ് സിസ്റ്ററിന് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ ഈ ലോക വൈദ്യന് ചെയ്യുന്നതിനെല്ലാം പരിധിയും പരിമിതിയുമുണ്ട്. എന്നാൽ പരിധിയും പരിമിതിയുമില്ലാതെ നമ്മളെ സഹായിക്കാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു. കർത്താവായ യേശുവിനാൽ സകലവും സാധ്യമാവും. ഏതു രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റുപറയുക. അപ്പോൾ ആ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുക എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ. എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് സിസ്റ്ററിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്? ഇപ്പോൾ പൊതുവെ നമ്മൾ സാധാരണയൊക്കെ നമ്മൾ 20 ദിവസവും 30 ദിവസമൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ സിസ്റ്റർ ഏത് രീതിയിലാണ് ഒരു പ്രാർത്ഥനയുടെ ഒരു രീതി അവലംബിച്ചത്? എനിക്ക്
ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഷാജി ബ്രദറിൽ നിന്നും ഒക്കെ ലഭിച്ച ആ അറിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അത് നമ്മൾ മക്കളാണ്. കർത്താവിൻ്റെ അടുത്ത് നമ്മൾ യാചിച്ചും ഇരന്നും അനുഗ്രഹം പ്രാപിക്കേണ്ടവരല്ല. നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ നമ്മളെ സൗഖ്യമാക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ് പ്രാപിച്ചിരിക്കുന്നത്. നമ്മൾ മക്കളാണെന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മക്കളാണ്, അവകാശികളാണെന്നുള്ള ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയല്ല അവിടെ, നമ്മുടെ ഉറപ്പാണ് സൗഖ്യത്തിന് ആധാരം. ഓക്കെ, അപ്പോൾ ബൈബിൾ വചനങ്ങളൊക്കെ കാര്യമായിട്ട് പഠിക്കുവാനൊക്കെ അവസരം ലഭിച്ചു അല്ലേ? ഷാജി ബ്രദർ അടിമാലിയിൽ നടത്തിക്കൊണ്ടിരുന്ന കെവനോൺ എർത്ത് എന്ന ചർച്ചിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ദൈവകൃപയാൽ ഷാജി ബ്രദറിലൂടെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപവസിച്ചും യാചിച്ചും കരഞ്ഞും ഒന്നുമല്ല അനുഗ്രഹം പ്രാപിക്കേണ്ടവർ, മക്കളാണെന്നുള്ള ആ ബോധ്യത്തിൽ, ആ ഉറപ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് സകലവും നൽകുമെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കാനിടയായി. ഓക്കെ, ഇനി സിസ്റ്ററിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ജനിച്ചു വളർന്ന സാഹചര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊതുജനം അറിയണം, എനിക്ക് എൻ്റെ ഈ അനുഭവ സാക്ഷ്യത്തിൽ ഇന്നിന്ന കാര്യങ്ങളൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ ഇന്നുവരെയും ഇന്നുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാജി ബ്രദറിൻ്റെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി, എൻ്റെ പേഴ്സണലായ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. എൻ്റെ മോൻ്റെ വിവാഹം നടക്കുന്നത് 32ാമത്തെ വയസ്സിലാണ്. ആ സമയം ഞാൻ എൻ്റെ മകൻ്റെ വിവാഹം നടക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. നിരവധി ആൺമക്കള് വിവാഹം കഴിക്കാത്തവരായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന എല്ലാ മക്കൾക്കും തക്ക തുണയെ നൽകണമെന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത്. ഇന്നും ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറില്ല. നമ്മൾ മക്കളാണ്, അവകാശികളാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിച്ചപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ ആവശ്യം എന്തേന്ന് നമ്മൾ അറിയും മുമ്പ് തന്നെ അറിഞ്ഞ് നൽകുന്നവനാണ് നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറില്ല. ഈ ലോകത്തിലെ മാതാപിതാക്കളുടെ സമ്പത്തിൽ മക്കൾ അവകാശികളായിരിക്കുന്നു എങ്കിൽ സകലത്തിൻ്റെയും ഉടയവനായ കർത്താവ് നമുക്ക് അപ്പനായിട്ടുള്ളപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞോ നിലവിളിച്ചോ കർത്താവിൻ്റെ മുമ്പിൽ യാചിക്കേണ്ടവരല്ല എന്ന ബോധ്യം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ദൈവം ഒരു കുറവും വരുത്തിയിട്ടില്ല. സകല സ്വർഗീയ സമൃദ്ധിയിലും കർത്താവ് അനുദിനം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സിസ്റ്റർ ഇനി തുടർന്നുള്ള പ്ലാനുകളൊക്കെ എന്താണ്? സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു താല്പര്യമുണ്ടോ? അതോ ഏതൊക്കെ രീതിയിലാണ് സിസ്റ്ററിന് ഇപ്പോൾ ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുന്നുണ്ടോ? അതോ എങ്ങനെയാണ് ഇപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ സിസ്റ്ററിൻ്റെ പ്രവർത്തന രീതികളൊക്കെ? ഞാൻ ഇതിനു മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയോ ആരെങ്കിലും കണ്ടുമുട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരോ കാര്യങ്ങളോ ചോദിച്ച് പരിചയപ്പെട്ടതിന് ശേഷം ഉടനെ തന്നെ പറയുന്നത്, എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു, എനിക്ക് കർത്താവ് സൗഖ്യം തന്ന വിധങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാറ്. ആ രീതിയിലാണ് ഞാൻ ഈ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു. വചനം പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ചെയ്തത് മുഴുവൻ ചെയ്യാൻ കഴിയുമെന്നും പിതാവിൻ്റെ അടുക്കൽ ആയിരിക്കുന്നത് കൊണ്ട് അതിലധികമായും ചെയ്യാൻ കഴിയുമെന്ന് നമ്മളോട് കർത്താവ് വാക്ക് തന്നിരിക്കയാൽ അപ്രകാരം നമുക്കും ആയിരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം സിസ്റ്ററിൻ്റെ നമ്മൾ ഒത്തിരി പേരും വിശ്വസിക്കുന്നത് സ്നാനത്തിലും നിത്യജീവനിലും മാത്രമാണ്. എന്നാൽ സ്നാനം വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്.
ബൈബിളിൽ പറയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് അതിനെ മാത്രം നോക്കി നമ്മൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്നാനത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പറയുന്നു, നീ ബലിയർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടേ എന്ന് തോന്നിയാൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനോട് നിരന്നിട്ട് വന്നിട്ട് മാത്രം ബലിയർപ്പിക്കുക എന്ന്. എന്നാൽ ഇതൊന്നും ആരും ഇന്ന് ചിന്തിക്കുകയോ ഇതൊന്നും ചെയ്യുന്നില്ല. അവര് ഒന്നുകിൽ സ്വർണം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. വചനം പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ ഏറ്റവും വലുതോ സ്നേഹം തന്നെ. ഈ സ്നേഹമാണ് സകലത്തിനും അടിസ്ഥാനം, ആധാരം. ദൈവം സ്നേഹമാകുന്നു. കർത്താവിനെ അറിയുന്നവരെ, ഞാൻ കർത്താവിനെ സേവിക്കുന്നു എന്ന് പറയുന്നവര് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് കൊരിന്ത്യർ 11 പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ വചനത്തിൽ പറയുന്ന സ്നേഹം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അപ്രകാരം മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. ഈ ലോക ജീവിതം കഴിഞ്ഞിട്ട് നിത്യത എന്ന് പറഞ്ഞ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ നിത്യജീവൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ വെച്ച് ആരംഭിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഞാൻ പഠിച്ച അല്ലെങ്കിൽ എനിക്ക് ആത്മീയ ഗുരുക്കന്മാർ നൽകിയ അറിവിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിത്യജീവൻ എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നതാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. ദൈവ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആത്മാവ് അപ്പോൾ കർത്താവിൻ്റെ ആത്മാവാണ്. ആ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവമക്കളായ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവും എനിക്ക് ലഭിച്ച അറിവും വെച്ച് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. വചനം ഈ ലോകത്തിലെ എല്ലാ നന്മയും ദൈവത്തിന് വിരോധമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അവരെല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടുമാണ്. കാരണം ഭവനത്തിന്, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ ജോലിക്ക്, ഇതെല്ലാം വേണ്ടി അവർ പ്രാർത്ഥിക്കും, ഉപവസിക്കും. എന്നിട്ട് ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഓരോന്നും അവർ അക്കമിട്ട് പറയും, എനിക്ക് കർത്താവ് ഭവനം തന്ന് അനുഗ്രഹിച്ചു, നല്ല മക്കളെ തന്ന് അനുഗ്രഹിച്ചു, നല്ല ജോലി തന്ന് അനുഗ്രഹിച്ചു എന്നെല്ലാം അത് അനുഗ്രഹമായിട്ട് അവർ പറയുകയും, എന്നാൽ ഈ ലോകത്തിൽ അല്ലാതെ അവർ പറയുമ്പോൾ ഈ ലോകത്തിലെ നന്മയല്ല വേണ്ടത്, നിത്യതയാണ് എന്ന് അവർ പറഞ്ഞ് സമർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ നോക്കുമ്പോൾ അതിനകത്തൊരു യുക്തിയില്ലായ്മ നമുക്ക് തോന്നുന്നു. ദൈവം നമ്മുടെ കഷ്ടത കണ്ടിട്ട് നമ്മളെ രക്ഷിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലോകത്തിലെ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവരുടെ അടുത്ത് കരഞ്ഞു നിലവിളിച്ച് യാചിച്ച് ഇരുന്നെല്ലാം കഴിയുമ്പോഴല്ലല്ലോ അവർ നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ അപ്പൻ എത്രമാത്രം നമ്മൾ ഭാരപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മളെ കരുതുന്നു. നമ്മൾ ഏതെങ്കിലും വസ്തുവിന്, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപവസിച്ചോ കരഞ്ഞോ നിലവിളിച്ചോ ഒന്നും പ്രാപിക്കേണ്ടവരല്ല. നമ്മൾ മക്കളാണെന്നുള്ള ആ ഉറപ്പാണ് നമ്മളിലേക്ക് വരേണ്ടത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്തായാലും സിസ്റ്ററിൻ്റെ ഈ അനുഭവ സാക്ഷ്യം എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അപ്പം ഇനി എന്തെങ്കിലും കാര്യങ്ങളൂടെ പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇപ്രകാരം വചനം പറയുന്നു, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ നന്മയും കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അതെല്ലാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് വചനത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ കാൽവരി ക്രൂശിൽ നൽകിയിരിക്കുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് മുഴുവൻ എല്ലാ നന്മയും കർത്താവ് ആ കാൽവരി ക്രൂശിൽ നൽകി കഴിഞ്ഞതാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തല്ല ഇതൊന്നും പ്രാപിക്കേണ്ടത്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു എന്ന ആ ബോധ്യത്തിലും ആ അറിവിലും നിന്നുകൊണ്ട് സകലവും നമുക്ക്
പ്രാപിക്കാനായിട്ട് കഴിയും. കർത്താവ് നമുക്ക് സകലവും ദാനമായി നൽകിയിരിക്കുകയാണ്. ഒന്നും നമുക്ക് നേടാൻ സാധ്യമല്ല. കാരണം നമ്മൾ വെറും ഒരു ശ്വാസമാണ്. ആ ശ്വാസം ഇങ്ങനെ എടുത്തിട്ട് നമുക്കത് തിരികെ വിടാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അനുദിനം കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്നില്ല എങ്കിൽ, പിരിയാത്ത സാന്നിധ്യമായിട്ട് കർത്താവ് കൂടെ ഇല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവ് കൂടെ ഇരുന്നാൽ നമ്മളും സകലത്തിനും മതിയായവരാക്കി കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുന്നു. വചനം അപ്രകാരം പറയുന്നു, വചനം അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഒരു വാക്ക് സിസ്റ്റർ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, ഇതുപോലെ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാക്ക് സിസ്റ്റർ പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, അനേകം മക്കൾ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നു. ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് അനേകരുടെ ഇടയിൽ വലിയ ഒരു ഭീകരാവസ്ഥ, ഈ രോഗമാണെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവരും ഭാരപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ എൻ്റെ കർത്താവിനാൽ സകലവും സാധ്യമായതുകൊണ്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വന്നിരിക്കുന്നു എന്ന് തന്നെ വചനം പറയുന്നു. ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് എല്ലാ മക്കളുടെയും മേല് കർത്താവായ യേശു ക്രിസ്തുവിൽ അടിപ്പിണരാനുള്ള സൗഖ്യം നൽകി ഓരോ മക്കളെ അനുഗ്രഹിക്കണം യേശു അപ്പച്ച. എല്ലാവരും കർത്താവിലുള്ള ആ സൗഖ്യം അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ വളരെയധികം നന്ദി. ദൈവം സിസ്റ്ററിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.